എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 2022 എങ്ങനെയാണ് എന്ന് നോക്കാം. Nine of Wands, Ten of Wands, Six of Wands, King of Swords, Four of Wands, Four of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ശുഭമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. എന്തെങ്കിലും ശുഭവാർത്ത കേൾക്കാനായിട്ട് പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നല്ലൊരു വാർത്ത കേൾക്കുന്ന ഒരു മാസമായിരിക്കും. അതിപ്പോൾ ഏത് കാര്യത്തിലും ആവട്ടെ, നിങ്ങൾ പ്രത്യേകിച്ച് ജോലി സംബന്ധവും വിദ്യാഭ്യാസ സംബന്ധവുമായിട്ടുള്ള കാര്യത്തിൽ ശുഭവാർത്ത കേൾക്കാനുള്ള സാധ്യതയാണ് ഏറി നിൽക്കുന്നത്. എന്നിരുന്നാലും മറ്റു കാര്യങ്ങളിലും ശുഭമായിട്ടുള്ള വാർത്ത കേൾക്കാൻ സാധ്യത. ജോലിയും വിദ്യാഭ്യാസവുമാണ് കൂടുതൽ, ആ കാര്യത്തിലാണ് കൂടുതൽ ഊന്നി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ കരിയർ എന്ന് പറയുമ്പോൾ, അതായത് ഉദ്യോഗം, സ്പോർട്സും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതകൾ ഏറെ നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിഗ്രി മറ്റ് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് അതിലൂടെ ഒരു ഓഫീസ് വർക്ക് എന്നതിലുപരി വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ ആളുകൾ അധികം കേൾക്കാത്ത, ഇങ്ങനെ ഒരു തരം ജോലി ഉണ്ട് എന്ന് പോലും ആളുകൾക്ക് അറിവില്ലാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് ജോലിക്കോ അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമായിട്ട് ഉദ്ദേശിച്ച് ശ്രമിക്കുന്നവർക്ക് അങ്ങനെയുള്ള ജോലികളിലേക്ക് സാധ്യത സൂചിപ്പിക്കുന്ന ഒരു മാസമാണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ചുവടുറപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ പോലും ഒത്തിരി ആളുകൾ കേട്ട് പരിചയമില്ലാത്ത, അധികം ആളുകൾ ഏറ്റെടുക്കാത്ത, ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കോപ്പ്, പലരും ജോലി നോക്കുമ്പോൾ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. സ്കോപ്പ് നോക്കിയതിനു ശേഷമാണ് ഒരു കോഴ്സ് എടുക്കുന്നത് തന്നെ പലരും, ഭൂരിഭാഗം ആളുകളും. ഇപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പിന്റെ ഇത് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ്, ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ എടുക്കാൻ ചില ആളുകളെ സംബന്ധിച്ച് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങളെ തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഒന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ മുന്നോട്ടേക്ക് പോവുകയും നിങ്ങളുടെ കഴിവ് തെളിയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായി മാറുന്ന സാഹചര്യത്തിലേക്ക് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആയേക്കാവുന്ന സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ, ഇപ്പോൾ നാട്ടിൽ തന്നെ ആണെങ്കിൽ കൂടിയും ദൂരസ്ഥലത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ നിന്ന് പഠിക്കുന്ന, ഫാമിലിയിൽ നിന്ന്, അച്ഛനമ്മ സഹോദരങ്ങളിൽ നിന്ന് മാറി അകലെ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം, വിദേശത്ത് പോകാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ജാതകവശാൽ അതിന്റെ യോഗത്തിനും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ആവാം. ഇത് സൂചിപ്പിക്കുക എന്തായാലും ഫാമിലിയിൽ നിന്ന് മാറി നിന്ന് പഠിത്തം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചുരുക്കം ചില ആളുകൾ, ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ചുരുക്കം ചില ആളുകൾ നിങ്ങൾക്ക് ആ ഒരു യോഗം, അതായത് നിങ്ങൾക്ക് ഒരു കുടുംബം അല്ലെങ്കിൽ വിവാഹ ജീവിതം, അങ്ങനെ ഒരു ജീവിതത്തിലേക്കുള്ളൊരു ചുവടുവയ്പല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ ജേർണി, ഒരു ആത്മീയതയിലേക്ക് കടക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിയോഗം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള നിങ്ങളുടെ പാത നിങ്ങൾ ഇപ്പോഴാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടിയിട്ടാണ്
കർമ്മവും കർമ്മബന്ധവും ബന്ധങ്ങൾ ബന്ധനങ്ങൾ അതുപോലുള്ള കാര്യം അങ്ങനെ പല ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളോ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാൻ വലിയ ആഴത്തിൽ നിങ്ങളെ അറിയാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതോടൊപ്പം തന്നെ ഇത് എല്ലാവരിലും ഉള്ള ഒരു കാര്യമല്ല. നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചില ആളുകളുടെ നിയോഗം എന്ന് പറയുന്നത് മറ്റു ചിലരിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ ആത്മീയതയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകും. മറ്റു ചിലരുടെ ഇതെന്ന് പറയുന്നത് പേരും പ്രശസ്തിയും നേടുക, വലിയ രീതിയിൽ മറ്റുള്ളവരാൽ അറിയപ്പെടുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിലും ആവാം. ഇപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ഗുരു അതുപോലുള്ള രീതിയിൽ പേരെടുക്കുന്ന ഒരു രീതിയും ആവാം. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു മെറ്റീരിയലിസ്റ്റിക്, അതായത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ലോകത്തിൽ മറ്റ് മേഖലകളിൽ പ്രശസ്തരാകുന്ന സാഹചര്യം കൂടുതലൊരു സ്റ്റേജ് ആണ് കാണിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ഒരു സ്പീക്കർ, ഒരു അക്കാഡമിക്സിൽ നിങ്ങൾ ഉന്നതിയിലാവുന്നതുമാവാം. ഒരു സ്റ്റേജിന് മുമ്പിൽ നിന്ന് മറ്റ് ഒത്തിരി ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടോ നൃത്തമോ അങ്ങനെ എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള മേഖലയിലോ മറ്റെന്തെങ്കിലും തരത്തിൽ ആളുകളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കർമ്മരംഗത്തേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ളൊരു സാധ്യതയൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉള്ളവർ, സ്റ്റേജിൽ കയറുന്ന സംസാരിക്കാൻ ഭയം തന്നെ ഉള്ളവരാണെങ്കിൽ കൂടിയും ആ ഒരു ഭയമൊക്കെ വിട്ട് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണിക്കുന്നു. അതേപോലെ കിങ് ഓഫ് സോഡ്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരവും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊന്ന് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്നതോടൊപ്പം തന്നെ ഒരു മാനിപ്പുലേഷൻ ഇവിടെ കാണിക്കുന്നു. ചില ആളുകൾ ഒരു എന്താ പറയുക, വളരെ പുറകിൽ നിന്ന്, അതായത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട്, അതായത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ അതിന്റെ ഇടയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തത് പുറകോട്ടേക്ക് വലിക്കാനും നിങ്ങളെ മറികടന്നു പോകാൻ, അതായത് നിങ്ങളിരിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ആളുകളും നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നൊരു കാര്യം കൂടി പറയാനുള്ളത് ആണ്. അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് നിങ്ങളെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സ്ഥാനം അവർക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 4 ഓഫ് ഫോൺസ് എനർജിയാണ്. ചില ആളുകൾക്ക് വീട് വെക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇപ്പൊ നല്ല സമയമാണോ, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം അതിനൊരു തുടക്കം കുറിക്കാം. അതായത് വീട് പണി മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയ സമയം, അല്ലെങ്കിലും കല്ലിടിയിലോ ഒരു സമയമൊക്കെ നോക്കി കല്ലിടിയിലൊക്കെ നടത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നടത്തുന്നത് ഈ ഒരു സമയം നല്ലൊരു പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാവാനും നിങ്ങൾ വിചാരിച്ച വിലയ്ക്കൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യ പടി, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തുടങ്ങാതെ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യമായതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ടുന്ന ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വിദ്യാരംഭം, പല ശുഭകാര്യങ്ങളും തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹം കൂടിയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ളതൊക്കെ. 4 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ജീവിതത്തിനൊരു സ്ഥിരതയില്ല, സ്ഥിര വരുമാനമുള്ളൊരു ജോലിയിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് മനസ്സിൽ എങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിഷാദ മനോഭാവവും പല നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളൊക്കെ മനസ്സിന്ന് മാറുന്നുണ്ട്. ആ ഒരു അതായത് എന്തെടുത്താലും ഒരു നല്ല കാര്യം സംഭവിക്കുകയാണെങ്കിൽ കൂടി അതിൽ നെഗറ്റീവ് എന്തെങ്കിലും കണ്ടെത്തുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവ് ആവുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഇപ്പോൾ നല്ല കാര്യങ്ങൾ എല്ലാത്തിലും നെഗറ്റീവ് കാണാതെ നല്ല കാര്യങ്ങൾ കൂടി കാണാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരൊക്കെ കുറച്ച്
ഹോം സിക്നെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ കാണാനും മറ്റുമൊക്കെ ഒരു തോന്നല്, അതിനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വീട് വരെ പോയിട്ട് വരുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.